ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റം വാരാതെ എന്നെ കാക്കണം പൊന്നുനാഥ, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന ആരോഗ്യത്തോടും സുബോധത്തോടും അപ്പച്ചൻ്റെ പാദപീഠം ചേർന്നിരിപ്പാൻ തക്കണം തന്ന ഭാഗ്യത്തിനായി നന്ദി പറയട്ടെ. ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തടയേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങൾക്കുള്ളതിനെയും സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങളെ സമ്പൂർണ്ണമായി ചേർപ്പിച്ചു തരുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ പോഷിപ്പിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവേ. ദുഷ്ടപിശാചി കാണാതെ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ അപ്പാ. ആ കാൽവരി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ പൊതിയുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുൻപും പിൻപും ഇടവും വരവും ദൂതന്മാരെ കാവൽ ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലെല്ലാം അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. സകല കാര്യങ്ങളും ഭംഗിയായി ചെതിരിപ്പാൻ തക്കണം ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണം അപ്പാ. സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചാൽ എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ വിഷയം എല്ലാം സമർപ്പിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങളുടെ പൈതങ്ങളെ അനുഗ്രഹിക്കണേ. അവിടുന്ന് വളർത്തി തന്നെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ബുദ്ധിജ്ഞാനം അവർക്ക് കൊടുക്കണമേ. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. നല്ല ഭാവിയിൽ അവർ എത്തിച്ചേരണം. ദൈവത്തിന് സ്തോത്രം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, 10, 11, 12 പഠിക്കുന്ന മക്കൾ, മറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, അപ്പോൾ OITയും IELTSഉം ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ടപ്പാ. മെഡിക്കൽ കഴിഞ്ഞവരുണ്ട്, മെഡിക്കലിനായി കാത്തിരിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുണ്ട്, ഇൻ്റർവ്യൂ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ആഗ്രഹങ്ങളെ മാനിക്കണമേ. അവസ്ഥയറിഞ്ഞ് പ്രവർത്തിച്ചാട്ട് ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ അവിടുന്ന് ഉപജീവനമാർഗത്തിന് വഴി തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ല കർത്താവെ. ആ സഹായത്തിൻ്റെ കരമൊന്ന് നീട്ടിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും ഭാരപ്പെട്ടവരുടെ ഹൃദയം കലങ്ങുവാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ചു നിൽപ്പാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കരുതേ. നാഥാ, കരയുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ കർത്താവേ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ സ്വർഗമിറങ്ങിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറവശങ്ങളും ക്ഷമിച്ചാട്ട് കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. നല്ല തലമുറകളെ കൊടുത്തവരെ അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ പ്രത്യേകിച്ച് ഓർക്കുന്നു. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ, ജോലി ചെയ്യുന്ന മക്കൾ, കർത്താവ് നീ അവരെ പൊന്നുകരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. പ്രയാസ പ്രതികൂലത്തിൽ വിടുവിക്കണമേ. പ്രത്യേകിച്ച് ഹൈ BP യാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുക. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, അതികഠിനമായ BP ഒക്കെ കർത്താവ് ഒന്ന് നോർമലാക്കി ജോലികാര്യങ്ങളെ ചെയ്തെടുപ്പാനും യാത്ര ചെയ്യുവാനും സ്വർഗം സഹായിച്ചാട്ട് തക്ക സമയത്ത് അത്ഭുതത്തിൻ്റെ കരം നീട്ടണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. ഈ സമയം ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒന്ന് സമർപ്പിക്കുക കർത്താവേ.
ഹാലലുയ, നന്ദി നന്ദി കർത്താവ്. പ്രത്യേകിച്ച് പലവിധ ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്നവർ, നീറുന്ന വേദനകളുടെ നടുവിൽ കരയുന്നവർ, കർത്താവേ കടഭാരത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ ഹല്ലിൽ ഭാരപ്പെടുന്നവർ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, കർത്താവ് കരുണ കാണിക്കണം. തൻ്റെ മക്കൾക്ക് സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം ഒരുക്കണമേ പിതാവേ. അപ്പോൾ ഈ സമയം ഭവനം പണിതുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, പണികളെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണം. അതിൻ്റെ നടുവിലുള്ള ആവശ്യത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങണം. ശ്രേഷ്ഠമായ വിധത്തിൽ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കണം. സ്വർഗം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഒരു മാനസാന്തരം ഓരോ ജീവിതങ്ങൾക്ക് ഒരുക്കണമേ. കർത്താവ് ഞങ്ങളുടെ യുവതീവാക്കന്മാരെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുകയാണ്. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമേ കർത്താവേ. ദിനംതോറും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് ആരുമില്ലാത്ത രാജ്യത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും ആയിരിക്കുമ്പോൾ സ്വർഗമേ അവരെ കൺമണി പോലെ സൂക്ഷിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, നന്ദി പിതാവേ, സ്തോത്രം. പ്രത്യേകിച്ച് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിപ്പിച്ചവരുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ഓരോ മക്കൾക്കും കൊടുത്ത് പുതുവർഷകാലം കാത്തോണേ കർത്താവേ. പ്രത്യേകിച്ച് യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന തമ്പുരാനെ, ഓരോ മക്കളും ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ കർത്താപ്പച്ചൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണം. സുഖകരമായി യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. കർത്താവിൻ്റെ കരം അവരെ ചേർത്ത് പിടിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന തമ്പുരാനെ, അവിടുന്ന് എൻ്റെ കർത്താവ് ഓരോ മക്കൾക്കും ആലോചനക്കാരനായിരിക്കണം, കണ്ണും കാതുമായിരിക്കണമേ അപ്പാ. സ്തോത്രം സ്തോത്രം. ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊള്ളണമേ കർത്താവേ. യാതൊരുവിധ ആപത്തും അപകടം ഉണ്ടാകാൻ അനുവദിക്കാതെ ഓരോ വാഹനത്തെയും സ്വർഗം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിക്കട്ടെ തമ്പുരാനെ. വാഴ്ത്തി അനുഗ്രഹിക്കണമേ അപ്പാ. എല്ലാ ഉപജീവനമാർഗ്ഗത്തിൻ്റെ മേലും കർത്താവ് വലിയൊരു ശേഷിപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലയിലെ ബിസിനസ് ചെയ്യുന്ന മക്കളെയും പ്രത്യേകിച്ച് ഓർക്കുന്നു കർത്താവേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദിനംതോറും എല്ലാം ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഓരോരുത്തരുടെയും യാത്രകളിൽ കൂടെയിരിക്കണം. സ്തോത്രം. ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അറിഞ്ഞ് മാനിക്കണം. ദൈവനാമ മഹത്വത്തിനായി ചെയ്യണമേ എത്താവെ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. ഹാലലുയ, കർത്താവ് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. മാതാപിതാക്കളെ കാത്തോണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സംരക്ഷിക്കണമേ. അനാഥരെയും വിധവകളെയും പരിപാലിക്കണമേ കർത്താവെ. നാഥാ, സ്തോത്രം സ്തോത്രം. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വസ്തരായി ദൈവകൃപ നിറഞ്ഞവരായി എല്ലാം ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണേ അപ്പ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ കർത്താവ്. ശത്രുവായവനും ദുഷ്ടനായവനും കാണരുതേ കർത്താവ്. സ്വർഗം ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. സുവിശേഷ വേല നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. പൂർണ്ണമായി അവരെ വിടുവിക്കണമേ. ശത്രുവരെ കാണല്ലേപ്പാ. നീക്കുപോക്ക് നൽകണമേ ദൈവമേ. വിടുവിക്കണമേ കർത്താവേ. ഹാലലൂയ. സുവിശേഷ വേല ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവ് കാത്തോണേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണേ. അതിശക്തിയോടെ എഴുന്നേറ്റ് കർത്താവിൻ്റെ പേര് ചെയ്യുവാൻ, അനേകരോട് നല്ല സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഓരോ മക്കളെയും നാളുകളിൽ ഒരുക്കി അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ വേർപാടിലൊക്കെ ദുഃഖിക്കുന്നവരുണ്ട് കർത്താവ്. മാതാപിതാക്കളുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ, നിൻ്റെ ദിവ്യ സമാധാനം ഓരോരുത്തർക്കും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലുണ്ട്. ദാനമായി കൊടുത്ത് പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങളുടെ രോഗികളെല്ലാം സമ്പൂർണ്ണമായിട്ടും ഒന്ന് ഏൽപ്പിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ കർത്താവ്, ഈ സമയം കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, പല്ലിൻ്റെ വേദനയാൽ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ, ചെവിയുടെ ഇൻഫെക്ഷനാലൊക്കെ ഭാരമുള്ളവരുണ്ടപ്പാ. സ്വർഗത്തിലെ ദൈവം സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവം നീ മാത്രമാ. തൊട്ട് സുഖപ്പെടുത്തിക്കാട്ടെ. അതിവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുള്ളവരുണ്ട്. എൻ്റെ ദൈവമായ കർത്താവ്, ശരീരമാസകലം അതിവേദനയുള്ളവർ, നീർക്കെട്ടുള്ളവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവ് അവിടുന്ന് സഹായിച്ച് മതിയാകും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ടപ്പാ. പ്രത്യേകിച്ച് പനിയാൽ, ചുമയാൽ, ശ്വാസമുട്ടലാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അപ്പം നീയാണ് മരുന്ന്, വൈദ്യൻ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. തൈറോയിഡ് ഉള്ളവരുണ്ട്. ആസ്മയും അലർജിയും ത്വക്ക് സംബന്ധമായ പല രോഗങ്ങൾ ഉള്ളവരുണ്ടപ്പ.
സഹായിച്ച് സൗഖ്യപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. കർത്താവെ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്നവർ, തമ്പുരാനെ, ഓപ്പറേഷൻ തിയേറ്ററിലും ഐസിയുലും സിസിയുലും കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഡെലിവറി റൂമിലായിരിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെട്ടവർ, ഓപ്പറേഷന് കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. നാഥാടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളെയും നീ അറിയുന്ന ദൈവമാ. സൗഖ്യപ്പെടുത്തുന്ന ദൈവം നീ മാത്രമാ. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. അങ്ങൊന്ന് തൊട്ടാൽ മതി. കർത്താവെ, സൗഖ്യം കാത്ത് കിടക്കുന്ന ഓരോ മക്കൾക്കും സൗഖ്യമയക്കണമേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കണമേ. ആരും ലജ്ജിച്ചു പോകാൻ അനുവദിക്കില്ല. സ്വർഗം കരുണ കാണിക്കണം. മനസ്സലിയണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപിടുത്തിലോട്ട് ഏൽപ്പിക്കട്ടെ. ഇനിയും പ്രാർത്ഥിപ്പാനുള്ള സകല വിഷയത്തെയും പൊന്നപ്പച്ചൻ അറിയുന്നല്ലപ്പാ, സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചവരുണ്ട്. അടിയൻ സമർപ്പിക്കുന്നു. കർത്താവെ, എനിക്കൊന്നും തമ്മിൽ അറിയത്തില്ലെങ്കിലും സ്വർഗം അറിയുന്നു. പ്രാർത്ഥനയെ ചോദിച്ച് മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അനുഗ്രഹങ്ങളും സമാധാനങ്ങളും സന്തോഷങ്ങളും സൗഖ്യങ്ങളും സമൃദ്ധികളും ഓരോ കുടുംബത്തിനും നൽകി മാനിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. നിന്നെ മാനിക്കുന്നവരെ നീ മാനിക്കുന്ന ദൈവമാണ്. നിന്നെ ഉയർത്തുന്നവരെ നീ ഉയർത്തുന്ന ദൈവമാണ്. സ്വർഗം സഹായിച്ചാട്ട്. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ചവരുണ്ട്. കർത്താവെ, പരാജയം ലഭിച്ച കുഞ്ഞുങ്ങളുണ്ടെന്നാൽ ഇനിയും കർത്താവെ, അവരുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകാൻ ഇടയാകാതവണ്ണം നന്നായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സ്വർഗം ഇടയാക്കണമേ. നല്ല സ്ഥാനത്ത് എത്തിച്ചേരേണ്ട കുഞ്ഞുങ്ങളുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ട മക്കളുണ്ട്. എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണം, കരുതണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.